So a very good day to all of you. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് മോഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനെ കുറിച്ചാണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു ക്വസ്റ്റ്യൻ. സാധാരണ രീതിയിൽ നമ്മൾ എടുക്കുന്ന കോൺസെപ്റ്റിൽ, ലോസ് ഓഫ് മോഷൻ്റെ കോൺസെപ്റ്റിൽ, ഒരു ബേസ് ലെവൽ കോൺസെപ്റ്റ്സിൽ നമുക്കറിയാം സ്ട്രിങ്ങിന് മാസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഒരു മാസ്ലെസ് സ്ട്രിങ്ങാണ് നമ്മൾ എടുക്കാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഹെവി ചെയിനിന് എടുത്തിട്ടുണ്ട്. ഒരു മാസമുള്ള കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചെയിനിന് മാസമുണ്ട്. എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ഫ്ലെക്സിബിൾ ചെയിൻ ഓഫ് മാസ് എം ഹാങ്സ് ബിറ്റ്വീൻ ടു ഫിക്സ്ഡ് പോയിൻറ്റ്സ് എ ആൻഡ് ബി. ഇതാണ് ഡയഗ്രം. എക്കും ബിയിലും നമ്മളതിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മാസുണ്ട്, ഹെവി ചെയിനാണ്. ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ചെയിൻ വിത്ത് ദ ഹൊറിസോണ്ടൽ അറ്റ് ദ 2 points ഓഫ് ദ സപ്പോർട്ട് ഈസ് തീറ്റ. തീറ്റ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഈ 2 പോയിന്റിൽ ഈ മാസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് ചെയിൻ ഇങ്ങനെ സെൻറ്റർ പോർഷൻ കൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കും താഴത്തോട്ട്, അല്ലെങ്കിൽ സാഗിങ് എഫക്റ്റ് വരും. അങ്ങനെ വരുന്നതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ് തീറ്റയായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടെൻഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ചെയിൻ. ഈ ചെയിനിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന ടെൻഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ചെയിനിൻ്റെ മുഴുവൻ പോർഷൻ എടുക്കുന്നതിന് പകരം ഇതിനെ രണ്ടായിട്ട് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ വരച്ചിരിക്കുന്ന ലൈൻ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണ്. ഈ പോയിന്റിലെ ടെൻഷനാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചെയിനെ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം, രണ്ടായിട്ട് എടുക്കാം. ഞാനിങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെ എടുത്തു. അതിന് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പോർഷൻ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന പോർഷനെ ഈ ഡയറക്ഷനിൽ അവൻ്റെ അടുത്തോട്ട് വലിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ചെയിൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ചെയിനിനെ അവൻ്റെ അടുത്തോട്ടും വലിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പാർട്ട് റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന ടെൻഷൻ ഇങ്ങോട്ട് നമുക്ക് എടുക്കാം. ഇത് ഞാൻ ടി എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതിങ്ങനെ ഓരോ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതനുസരിച്ച് ടെൻഷൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ടെൻഷൻ സെയിം ആയിരിക്കില്ല, ടെൻഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ടെൻഷൻ ഡിഫറൻ്റ് ആവാനുള്ള കാരണം എന്താ? ഇതൊരു ഹെവി ചെയിനാണ്, അല്ലെങ്കിൽ മാസ് ഉള്ള ചെയിനാണ്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റിലും ക്രിയേറ്റ് ചെയ്യുന്ന വെയിറ്റിന് വ്യത്യാസം വരും, ടെൻഷന് വ്യത്യാസം വരും. അപ്പം ഞാൻ ഈ പോയിന്റ് ഓഫ് പിവറ്റിൽ ടെൻഷൻ T1 എന്ന് മാർക്ക് ചെയ്തു. T1 ടെൻഷൻ മാർക്ക് ചെയ്തു. T1 നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഒന്ന് ഈ ഡയറക്ഷനിലേക്ക്, പിന്നെ ഒന്ന് ഈ ഡയറക്ഷനിലേക്ക്. ഇവിടെ ഹൊറിസോണ്ടലായിട്ട് മേക്കുന്ന ആംഗിൾ അല്ലേ തീറ്റയായിട്ട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ T1 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ത് വരും? ഇതല്ലേ തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ത് വരും? ഇതിനെ നമുക്ക് T1 കോസ് തീറ്റ എന്ന് കൊടുക്കാം. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ത് വരും? T1 സൈൻ തീറ്റ എന്നും കൊടുക്കാം. T1 കോസ് തീറ്റ ആണ് സെൻറ്റർ പോയിന്റിൽ വരുന്ന ടെൻഷന് ബാലൻസ് ചെയ്യുന്ന ടെൻഷൻ. T1 കോസ് തീറ്റയാണ് ചെയിനിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന ടെൻഷന് ബാലൻസ് ചെയ്യുന്ന ടെൻഷൻ. ഇനി T1 സൈൻ തീറ്റ എന്താ ചെയ്യുന്നത്? ഈ ചെയിനിൻ്റെ താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണൻ്റാണ് T1 സൈൻ തീറ്റ. ഇസ് ഇറ്റ് ക്ലിയർ? T1 സൈൻ തീറ്റ എന്ന് പറയുന്നത് വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണൻറ്റ്. എവിടെ വെയിറ്റ് വരയ്ക്കേണ്ടത്? യൂണിഫോം ചെയിനല്ലേ. യൂണിഫോം ചെയിനാകുമ്പോൾ വെയിറ്റ് വരയ്ക്കേണ്ടത് അതിൻ്റെ സെൻറ്ററിൽ ഇവിടെ വരയ്ക്കണം. സെൻറ്റർ പോയിന്റിൽ എടുക്കാം. അവിടെ നമുക്ക് mg/2 എടുക്കണം. എന്തുകൊണ്ടാണ് mg/2 വരുന്നത്? മുഴുവൻ ചെയിനിൻ്റെയും വെയിറ്റാണ് mg. ഇത് ഞാൻ ഒരു ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവരെ mg/2 എന്ന് എടുക്കേണ്ടി വന്നത്. ഇനി ഈ mg/2നെ ബാലൻസ് ചെയ്യുന്നതാണ് T1 സൈൻ തീറ്റ. അതാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഞാൻ ആദ്യമേ പറഞ്ഞത്. സോ വി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് ഇക്വിലിബ്രിയം. വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുത്താൽ T1 സൈൻ തീറ്റ ബാലൻസ് ചെയ്യുന്നതാണ് mg/2. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്താൽ T1 കോസ് തീറ്റ ബാലൻസ് ചെയ്യുന്നതാണ് T. നമുക്ക് വേണ്ടത് T ആണ്. അപ്പോൾ T1 ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും റേഷ്യോ എടുക്കാം. സോ വാട്ട് വിൽ ബി ദാറ്റ്? T1 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ T1 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു mg/2t എന്ന് കിട്ടും. T1 ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്ക് ടാൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു mg/2t. So what is T? Tension T is equal to mg divided by 2 tan
തീറ്റ mg/2 tan തീറ്റ. അപ്പോൾ ടെൻഷൻ ഈസ് ഈക്വൽ ടു mg/2 tan തീറ്റ എന്ന് കിട്ടി. എവിടുത്തെ ടെൻഷൻ? അത് സെൻറ്റർ പോയിന്റിൽ വരുന്ന ടെൻഷനാണ് mg/2 tan തീറ്റ. ഇസ് ഇറ്റ് ക്ലിയർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നീറ്റ് പോലുള്ള എക്സാമിനും JEE പോലുള്ള എക്സാമിനും പരിഗണിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിനകത്ത് നല്ല കോൺസെപ്റ്റ് വരുന്നുണ്ട്. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. ഇക്വിലിബ്രിയം കണ്ടീഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് സോൾവ് ചെയ്യാനായിട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, താങ്ക് യു.